ഇന്ത്യയിലെ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനലായ മലനാട് ടിവിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ മനുഷ്യാവകാശ സംഘടനയുമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ INOHRPയും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള നവോത്ഥാന മാധ്യമ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ നിരോധിച്ചു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മറ്റൊരു ജില്ലയിലില്ലല്ലോ ഇത്തരം ഒരു വിരോധാഭാസം. ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വരിയിൽ ഇവിടുത്തെ കുട്ടികൾ 30, 35, 40 വയസ്സുണ്ട്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഈ പ്രായാധിക്യം അമ്മമാർക്കൊന്ന് മനസ്സമാധാനത്തോട് മരിക്കണ്ടേ? മരിക്കണമെങ്കിൽ അവർ മരിച്ചാൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ആദ്യം മരിക്കുവര്. അതുകൊണ്ട് മന്ത്രിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അമ്മമാരുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇത് ചെവിയിലല്ല പറഞ്ഞത്, പബ്ലിക് മീറ്റിംഗിൽ മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് പത്രക്കാരെ സാക്ഷ്യപ്പെടുത്തി. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി ഈ നവോത്ഥാന മാധ്യമ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ഓൾ കേരള ബ്ലഡ് ഡൊണേഷൻ അസോസിയേഷൻ അംഗം ഡോക്ടർ ഷാഹുൽ ഹമീദ്, ദുബായിൽ നിന്നും INOHRP നാഷണൽ സെക്രട്ടറി CR ബെന്നി, കൊട്ടാരക്കരയിൽ നിന്നും INOHRP സ്റ്റേറ്റ് പ്രസിഡന്റ് തോമസ് എബ്രഹാം, INOHRP ജില്ലാ ട്രഷറർ സഫർ, INOHRP എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് JS ശാസ്ത, INOHRP അംഗങ്ങളായ മനീഷ, ശ്യാമ തുടങ്ങിയവർ പങ്കെടുക്കും. മലനാട് ടിവിയെ പ്രതിനിധീകരിച്ച് മലനാട് TV അഡ്വൈസറി ബോർഡ് ചെയർമാൻ സദാനന്ദൻ പുരുഷോത്തമൻ ദുബായിൽ നിന്നും പങ്കുചേരും. കൂടാതെ സീനിയർ എഡിറ്റർ ആയിട്ടുള്ള സുരേഷ് വഴുവള്ള, മലനാട് TV മാനേജിംഗ് എഡിറ്റർ R ജയേഷ്, പ്രോഗ്രാം പ്രൊഡ്യൂസറായ JS ശാസ്ത തുടങ്ങിയവർ ഇന്ന് പങ്കെടുക്കും. എൻഡോസൾഫാൻ എന്ന വിഷയത്തിൽ മലനാട് ടിവിയും INOHRPയും ചേർന്ന് നടത്തുന്ന ഈ നിയമയുദ്ധത്തിൽ സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിമുഖീകരിക്കാൻ തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്ന് കാസർഗോഡ് കാനങ്ങാട് സിവിൽ സ്റ്റേഷൻ മുമ്പിൽ നടക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരപന്തലിൽ വെച്ച് ദയാബായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ നവോത്ഥാന മാധ്യമ യാത്ര കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പിന്നിട്ട് 40 കലാലയങ്ങളിലൂടെ വിദ്യാർത്ഥികളിൽ നിന്ന് ഭക്ഷ്യസുരക്ഷയുള്ള ഒരു ഭാരതം, മുല്ലപ്പെരിയാർ എന്ന ജലബോംബിൽ നിന്ന് മോചനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ ഭീമ ഹർജി ഒപ്പിട്ട് വാങ്ങുന്നു. തിരുവനന്തപുരത്ത് വെച്ച് അവസാനിക്കുന്ന ഈ നവോത്ഥാന യാത്രയിൽ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് സർക്കാരിനുമുള്ള നിവേദനങ്ങളായിട്ട് നൽകുന്നതാണ്. അതിനോടൊപ്പം മലനാട് ടിവി നിർമ്മിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന സിനിമയുടെ ബോധവൽക്കരണവും ഒപ്പം കലാലയങ്ങളിൽ സ്റ്റാർ ഹണ്ട് പ്രോഗ്രാം നടത്തി അഭിനയ പ്രതിഭകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പുതിയൊരു രാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ യാത്രയിൽ കേരളത്തിലെ എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സപ്പോർട്ട് തേടുന്നു. മാറ്റത്തിന്റെ സൂര്യോദയത്തിനായി നമുക്ക് ഒരുമിക്കാം.